ആലപ്പുഴയിൽ സംസ്ഥാനതല ഉദ്ഘാടനമാണ് പ്രവേശനോത്സവത്തിൻ്റെ. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിൽ തന്നെയാണ്. കുരുന്നുകളൊക്കെ വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ്, എന്നാ പേര്? ഐഹിത. എത്ര ക്ലാസ്സിൽ? 1ാം ക്ലാസ്സിലോട്ടാണോ? UKG ആണോ? എന്ത് സന്തോഷം തോന്നുന്നുണ്ട് ഇവിടെ വന്നിട്ട് എല്ലാവരെയും കണ്ടപ്പോൾ, കൂട്ടുകാരെ കണ്ടപ്പോൾ? അവധിയൊക്കെ എങ്ങനെ ഉണ്ടായത്? അടിച്ചു പൊളിച്ചോ? ആണോ? മോളുടെ പേരെന്നാ? അഫീന. UKG-ലോട്ട് തന്നെയാണോ? ഇതാരാ ഈ തൊപ്പിയൊക്കെ തന്നെ? ടീച്ചറാണോ? ഈ മന്ത്രിമാമനെയൊക്കെ കണ്ടോ? മന്ത്രി അങ്കിളിനെയൊക്കെ കണ്ടായിരുന്നോ? എന്നാ പറഞ്ഞു? വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലേ? മുട്ടായിയൊക്കെ കിട്ടിയോ? മുട്ടായി, ലഡു ഒക്കെ കിട്ടിയോ? എന്തായാലും ചെല്ലു കേട്ടോ. കുരുന്നുകളൊക്കെ വലിയ, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെ കരച്ചിലും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ വരവേൽക്കുന്നത്. ഇവിടെ കുട്ടികളൊക്കെ തന്നെ, അതായത് 1ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളൊക്കെ തന്നെ അവരെയൊക്കെ ഇവിടെ സ്വീകരിച്ചിരുത്തിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് അവർക്കൊക്കെ പേപ്പർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു തൊപ്പിയൊക്കെ അണിയിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരെയും ഇവിടെ അണിയിച്ചിരിക്കുന്നത്. ടീച്ചർമാരും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളും ഒക്കെ ഈ കുട്ടികളെ ഇത്തരത്തിൽ തയ്യാറാക്കുന്നതിലൊക്കെ തന്നെ വളരെ നിർണായകമായിട്ട് ഇവിടെ സജീവമായിട്ട് തന്നെ ഉണ്ട്. ഒപ്പം മന്ത്രിമാരായിട്ടുള്ള വി ശിവൻകുട്ടി, പി പ്രസാദ് അടക്കമുള്ള ആളുകൾ ഈ സ്കൂളിലുണ്ട്. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട്. 2 മന്ത്രിമാരും ചേർന്നുകൊണ്ടാണ് കുരുന്നുകളെ സ്കൂളിലേക്ക് സ്വീകരിച്ചത്. അതിനുശേഷം ക്ലാസ് മുറികളിലൊക്കെ സന്ദർശനം നടത്തുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ ഈ പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കും. 9:50-ന് മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് സ്കൂളിനോട് ചേർന്ന് ക്രമീകരിച്ചിട്ടുള്ള വലിയ പന്തലിലാണ് ഈ ഒരു പൊതുസമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തി. സ്കൂളിൽ പോയി ആദ്യത്തെ ദിവസം ഓർമ്മയുണ്ടോ? ആദ്യ സ്കൂൾ ദിനമൊക്കെ ഓർമ്മയുണ്ടോ? ആദ്യത്തെ സ്കൂൾ ദിനം തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലഘട്ടമല്ലേ അതൊക്കെ. അത് നമ്മുടെ ജീവിതത്തിലെ തന്നെ എല്ലാ കാലവും ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല ദിവസങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ അതൊരിക്കലും മറക്കില്ല. എന്തായാലും ഈ കുരുന്നുകളും അതുപോലൊക്കെ തന്നെയാണ്. ഇവർക്കും ഭാവിയിലൊക്കെ വലിയ ആളാകുമ്പോഴൊക്കെ ഈ ദിവസം അവരെന്നും ഓർമ്മയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വളരെ വർണ്ണാഭമായി തന്നെ ഇവിടെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും നല്ല പുത്തൻ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ്, നിറമുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ്, തലപ്പാവൊക്കെ അണിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും ഇത് കാണാൻ തന്നെ നമുക്ക് നല്ല, കണ്ണിന് തന്നെ വലിയ ആനന്ദം നൽകുന്ന കാഴ്ചകളൊക്കെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ആരും കരയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായിട്ട് പറയേണ്ടത്. കാരണം ഈ സ്കൂളിലേക്കൊക്കെ വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ അത്രയും നാളും ഒരുമിച്ചുണ്ടായിരുന്നു. അവരെയൊക്കെ വിട്ടുപിരിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള കുറച്ച് മണിക്കൂറുകളൊക്കെ ഇരിക്കേണ്ടി വരുമ്പോൾ അവർ സാധാരണ കരയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ എന്തായാലും ഇത്തവണ അങ്ങനത്തെ കാഴ്ചകളൊന്നും ഇവിടെ കാണാനായിട്ടില്ല. എന്തായാലും എല്ലാവരും വലിയ ആകാംക്ഷയിൽ തന്നെയാണ്. കൂട്ടുകാരെയൊക്കെ കാണാൻ സാധിക്കുന്നു, പുതിയ കൂട്ടുകാരെ കിട്ടുന്നു, പുതിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ കാണാനും പഠിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നു. അവരോടൊപ്പം ടീച്ചർമാരും അതുപോലെ തന്നെ വളരെ സജീവമായി തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ടൊക്കെ തന്നെ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരോടൊപ്പമുള്ള എല്ലാവരും രക്ഷകർത്താക്കളായാലും അല്ലെങ്കിൽ